നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു. അപ്പം ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും വറുക്കുന്ന ഒരു സാധനമാണ് മീൻ. അപ്പം മീൻ ഫ്രൈ തന്നെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഉണ്ടാക്കാം. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ആ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തത് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈസി സ്നാക്സിൻ്റെ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി മീൻ ഫ്രൈ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ പറ്റയുടെ മീൻ കഷ്ണങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് ഒരു 1/2 കുടം വെളുത്തുള്ളി നന്നാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 അല്ലി ചുമന്നുള്ളി, ഒരു 3-4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇതിൽ ഇഞ്ചി ചേർക്കത്തില്ല കേട്ടോ. അതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരമുറി നാരങ്ങയുടെ നാരങ്ങാനീര്. നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളം എന്താണെന്ന് വെച്ച് ഉപയോഗിക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മസാല നമ്മുടെ മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മസാലയെ നന്നായിട്ട് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മീനിൽ ഈ മസാല പെരണ്ട് വരണം കേട്ടോ. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി സമയമില്ലെന്നാണെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. പക്ഷേ പറ്റുവാണെങ്കിൽ 4 മണിക്കൂർ മസ്റ്റായിട്ടും വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാൻ എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിന്നിപ്പോൾ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ വെക്കുമ്പോൾ അധികം കട്ട കുത്തി വെക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് മീൻ കഷ്ണങ്ങൾ ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അതിലോട്ട് ഞാൻ 2-3 കറിവേപ്പിലയുടെ തണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മസാലയും മീനും വെളിച്ചെണ്ണയും കൂടി കിടന്ന് മുരിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ മണം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഒരു വശം ആയി കഴിയുമ്പോഴേക്കും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ വശവും ആക്കിയെടുക്കണം. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് മീൻ കഷ്ണങ്ങളെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയുമായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. തീ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം തീയിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇതാണ് നമ്മുടെ മീൻ കഷ്ണത്തിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇതേപോലെ നല്ല ബ്രൗൺ കളറാവുന്നവരെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം. നാരങ്ങനീര് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മീൻ കഷ്ണങ്ങളുടെ അകം നല്ല സോഫ്റ്റ് ആവാനാണ്, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം ഞാൻ മീൻ കഷ്ണങ്ങളായതെല്ലാം എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള എണ്ണയിലോട്ട് നമ്മുടെ ചട്ടിയിൽ ബാക്കിയുള്ള മസാല ഉണ്ടാവും, അത് അങ്ങോട്ട് ഫുള്ള് പുരട്ടിയെടുത്ത് ഇട്ട് കൊടുക്കണം. ഈ മസാല ഈ എണ്ണയിൽ മൂപ്പിച്ച് നന്നായിട്ട് ക്രിസ്പി ആവണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് മുരിഞ്ഞു വരും. നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഈ മസാല എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഈ മീൻ ഫ്രൈയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ ഈ ചെയ്യുന്നത്. ബാക്കി വരുന്ന മസാല എണ്ണയിൽ മൂപ്പിച്ച് മീൻ കഷ്ണങ്ങളോട് ചേർത്ത് ആ മീൻ മസാലയുടെ പൊടിയും മീൻ കഷ്ണവും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ കഷ്ണം, അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ ഹെൽത്തി. ബൈ.